സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളായ ആവറേജസ് ആൻഡ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ് കഴിഞ്ഞ 2 യൂണിറ്റുകളിലായി പഠിച്ചത്. ഡാറ്റ സീരീസിലെ ഫ്രീക്വൻസി കർവിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ചില സവിശേഷതകൾ കാണാൻ സാധിക്കും. അങ്ങനെ 2 സവിശേഷതകളാണ് സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ്. ഫ്രീക്വൻസി കർവിനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ്. ഒരു കർവിന്റെ സെന്റർ പോയിന്റിൽ നിന്നും ഇരുഭാഗത്തേക്കും ഫ്രീക്വൻസിയുടെ വ്യാപനം തുല്യമാണെങ്കിൽ ആ കർവിനെയാണ് സിമെട്രിക് കർവ് എന്ന് പറയുന്നത്. നോക്കൂ, ഈ കാണുന്ന കർവ് പോലെ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ ഫ്രീക്വൻസി കർവ് ആണ് ഈ കാണുന്നത്. ഇതിലെ ഈ കാണുന്ന ഗ്രീൻ കളറ് ഇവിടെ വെച്ചിട്ടാണ് ഈ കർവിനെ 2 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നത്. ഈ കർവ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങി മാക്സിമം പോയിന്റിൽ എത്തിയ ശേഷം റൈറ്റ് സൈഡിലേക്കാണ് വന്നിരിക്കുന്നത്. അത് ഡിവൈഡ് ചെയ്ത പോയിന്റ് മാക്സിമം ഫ്രീക്വൻസി എവിടെയാണോ എത്തുന്നത് ആ പോയിന്റിൽ വെച്ച് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കൂ, 2 ഭാഗത്തേക്കും ഈക്വൽ ആയിട്ടാണ് കിടക്കുന്നത്. ഇനി ഹയസ്റ്റ് പോയിന്റിൽ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തത് എന്ന് പറഞ്ഞു. ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മോഡാണ്. സോ സിമെട്രിക് കർവിലെ മീനും മീഡിയനും മോഡും ഒരേ പോയിന്റിലായിരിക്കും ഉണ്ടാവുക. ഇനി ഫ്രീക്വൻസി കർവിനെ അതിൻ്റെ ഹയസ്റ്റ് പോയിന്റിൽ നിന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നുകിൽ വലതുഭാഗത്തേക്ക് ഡിസ്ട്രിബ്യൂഷൻസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്തു കാണാം, അല്ലെങ്കിൽ ഈ കാണുന്ന പോലെ ലെഫ്റ്റ് സൈഡിലേക്ക് കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻസ് സ്പ്രെഡ് ചെയ്ത് വരാം. ഇതിനെയാണ് ലാക്ക് ഓഫ് സിമെട്രി അല്ലെങ്കിൽ സ്ക്യൂനെസ് എന്ന് പറയുന്നത്. സ്ക്യൂനെസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പോസിറ്റീവ് സ്ക്യൂനെസ്സും നെക്സ്റ്റ് വൺ നെഗറ്റീവ് സ്ക്യൂനെസ്സും. അപ്പൊ എന്താണ് പോസിറ്റീവ് സ്ക്യൂനെസ്? ഫ്രീക്വൻസി കർവിലെ മോസ്റ്റ് ഓഫ് ദ ഒബ്സർവേഷനും റൈറ്റ് സൈഡിലേക്ക്, കർവിന്റെ റൈറ്റ് സൈഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുവെങ്കിൽ അത് പോസിറ്റീവ് സ്ക്യൂനെസ് ആണ്. അതായത് ഫ്രീക്വൻസി കർവിലുള്ള ടെയില് റൈറ്റ് സൈഡിലേക്കാണ് കൂടുതൽ എങ്കിലാണ് പോസിറ്റീവ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയസ്റ്റ് ഫ്രീക്വൻസിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് മോഡ്. പോസിറ്റീവ് സ്ക്യൂനെസ്സിൽ ആദ്യം മോഡിൻ്റെ പൊസിഷൻ ആയിരിക്കും, അതിനുശേഷം മീഡിയൻ, അതിനുശേഷം മീൻ. അങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇനി നേരെ തിരിച്ച് ഫ്രീക്വൻസി കർവിൽ മോസ്റ്റ് ഓഫ് ദ ഒബ്സർവേഷൻസ്, മെജോറിറ്റി ഒബ്സർവേഷൻസ് ലെഫ്റ്റ് സൈഡിലേക്കാണ് ലൈ ചെയ്യുന്നതെങ്കിൽ ഈ കർവിൻ്റെ ഒരു വാല് ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും സ്പ്രെഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് സ്ക്യൂഡാണ്. ഇനി ഇവിടെയും നോക്കൂ, ഹയസ്റ്റ് ഒബ്സർവേഷൻ ആണ് മോഡ്, അതിന് തൊട്ട് താഴെ മീഡിയൻ, അതിന് തൊട്ട് താഴെയാണ് മീന്. ഫ്രീക്വൻസി കർവ് സിമെട്രിക് ആണെങ്കിൽ മീൻ, മീഡിയൻ, മോഡ് ഇവ മൂന്നും ഒരു പോയിന്റ് ആയിരിക്കും, സെയിം പോയിന്റ് ആവും. അതേസമയം പോസിറ്റീവ് സ്ക്യൂനെസ് ആണെങ്കിൽ മോഡ് ലെസ് ദാൻ, മീഡിയൻ ലെസ് ദാൻ മീൻ ആണ്. അതായത് പോസിറ്റീവിൻ്റെ കർവ് നോക്കുക, മോഡിനേക്കാളും വലിയൊരു വാല്യൂ ആയിരിക്കും മീഡിയൻ, അതിനേക്കാളും വലുതായിരിക്കും മീന്. അപ്പം കമ്പയർ ചെയ്യുമ്പോൾ മീനാവും വലിയ വാല്യൂ. അത് നെഗറ്റീവ് സ്ക്യൂനെസ് ആണെങ്കിൽ മോഡ് ഗ്രേറ്റർ ദാൻ, മീഡിയൻ ഗ്രേറ്റർ ദാൻ മീൻ, ഇവ മൂന്നും കമ്പയർ ചെയ്യുമ്പോൾ മോഡായിരിക്കും വലുത്. ഇനി കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് അറിയാനുള്ളത്. അതിൽ സിമെട്രിക് കർവിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി മീനും മീഡിയനും മോഡും ഒരേ പോയിന്റ് ആണ്. സിമെട്രിക് കർവിൻ്റെ സെക്കൻഡ് പ്രോപ്പർട്ടി ഹയസ്റ്റ് പോയിന്റ് മോഡാണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആ മോഡ് എന്നുള്ള പോയിന്റിൽ വെച്ചിട്ടാണ് 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് ആ കർവിനെ ഡിവൈഡ് ചെയ്യുന്നത്. ദെൻ തേർഡ് പോയിന്റ് Q3യിൽ നിന്ന് മീഡിയനിലേക്ക് എന്താണോ ഡിസ്റ്റൻസ് അതേ ഡിസ്റ്റൻസ് ആയിരിക്കും മീഡിയനിൽ നിന്ന് Q1ലേക്കുള്ള ഡിസ്റ്റൻസും.
പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡാറ്റയാണെങ്കിൽ Q3 മൈനസ് മീഡിയൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ മൈനസ് Q1. അറ്റ് ദ സെയിം ടൈം ഫോർ എ നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡാറ്റ Q3 മൈനസ് മീഡിയൻ ലെസ് ദാൻ മീഡിയൻ മൈനസ് Q1. അതായത് ഇത്രയും പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം, വൺ വേർഡിൽ ചോദിക്കാറുണ്ട്. ഈ 3 കേർവ് ഒന്ന് ശ്രദ്ധിക്കുക. നോക്കൂ, ഇതും സിമെട്രിക് ആണ്. സെക്കൻഡ് വൺ നോക്കൂ, സിമെട്രിക് ആണ്. തേർഡ് വണ്ണും സിമെട്രിക് ആണ്. പിന്നെ എന്താണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്? നോക്കൂ, ഫസ്റ്റ് കേർവ് സിമെട്രിക് ആണെങ്കിലും നല്ല പീക്ക് കുത്തനെ പോയിട്ടുണ്ട്. സെക്കൻഡ് വൺ നോക്കൂ, ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. തേർഡ് വൺ നോക്കൂ, ഒരു നോർമൽ ഷേപ്പിലുള്ള കേർവാണ്. കേർവുകൾ സിമെട്രിക് ആണെങ്കിലും ഈ കേർവിൻ്റെ ഷേപ്പിലുള്ള വ്യത്യാസങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് കർട്ടോസിസ് പഠിക്കുന്നത്. ഇപ്പം സിമെട്രിക് കേർവ് തന്നെയാണ്, പക്ഷെ അതിൻ്റെ സിമെട്രിക്കിൻ്റെ ഷേപ്പിലുള്ള ചെറിയൊരു വ്യത്യാസമാണ് കർട്ടോസിസിൽ പഠിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വൺ നോക്കൂ, ഇത് പീക്കിൽ പോയതുകൊണ്ട് ഇതിനെ പറയുന്ന പേര് ലെപ്റ്റോകർട്ടിക് എന്നാണ് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ നോക്കൂ, ഇങ്ങനെ എക്സ് ആക്സിസിന് ഫ്ലാറ്റ് ആയിട്ടാണ് കിടക്കുന്നത്, അതുകൊണ്ട് പ്ലാറ്റികർട്ടിക് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ദെൻ തേർഡ് വൺ പീക്കും അല്ല എന്നാൽ ഫ്ലാറ്റും അല്ല, നോർമൽ ആയിട്ടുള്ളൊരു സിമെട്രിക് കേർവാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്ന പേര് മിസോകർട്ടിക് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. മിസോകർട്ടിക്കിൻ്റെ മറ്റൊരു പേരാണ് നോർമൽ കേർവ് അല്ലെങ്കിൽ നാച്ചുറൽ കേർവ് എന്നുള്ളത്. 3 കേർവും കൂടെ ഒന്നിച്ചൊരു ഗ്രാഫിൽ വരഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഇത് നോക്കൂ, ഈ റെഡ് കളറ് പീക്കിൽ പോയിട്ട് ദെൻ താഴത്തേക്ക് വരുന്നു. ഇപ്പം പീക്കിൽ പോയി കഴിഞ്ഞാൽ അതെന്താണ്? ലെപ്റ്റോകർട്ടിക് ആണ്. ഇനി ഗ്രീൻ കളർ നോക്കൂ, അത് ഈ കേർവ് ഇങ്ങനെ വന്ന് ഫ്ലാറ്റ് ആയിട്ട് പോണു, അതുകൊണ്ട് പ്ലാറ്റികർട്ടിക് ആണ്. ഇത് രണ്ടിൻ്റെയും ഇടയിൽ, റെഡിൻ്റെയും ഗ്രീനിൻ്റെയും ഇടയിൽ മറ്റൊരു കേർവും കൂടിയുണ്ട്, അത് മിസോകർട്ടിക് ആണ് അല്ലെങ്കിൽ നോർമൽ കർവാണ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ പീക്ക്ഡ്നെസ് ഓർ ഫ്ലാറ്റ്നെസ് മെഷർ ചെയ്യാനാണ് കർട്ടോസിസ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലാക്ക് ഓഫ് സിമെട്രി കാൽക്കുലേറ്റ് ചെയ്യാനാണ് സ്ക്യൂനെസ് യൂസ് ചെയ്യുന്നത്. ഇത്തവണത്തെ ഫോക്കസ് പോയിന്റിൽ കർട്ടോസിസിനെ കുറിച്ച് ഇത്രത്തോളം അറിഞ്ഞാൽ മതി. പ്രോബ്ലം ഭാഗം സ്ക്യൂനെസ്സിലാണ് ചെയ്യാനുള്ളത്. മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ്: ഒരു ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ഫ്രീക്വൻസി കർവിൽ നിന്നും എത്രമാത്രം അകന്നിരിക്കുന്നുവെന്നും ആ അകൽച്ച ഏത് ദിശയിലാണെന്നും സൂചന നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സെൻട്രൽ വാല്യൂവിൽ നിന്നും ഇരുഭാഗത്തേക്കുമുള്ള അളവിനെ കുറിച്ചും മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് വിവരം നൽകുന്നുണ്ട്. 3 ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് ആണ് ഉള്ളത്. ഇത്തവണ ഫോക്കസ് പോയിന്റിൽ പറയുന്നത് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് മാത്രം പഠിച്ചാൽ മതി. കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് SK എന്നുള്ള ലെറ്ററിലാണ്. എസ് റെപ്രസെന്റ് ചെയ്യുന്നത് സ്ക്യൂനെസ്സിനെയും K റെപ്രസെന്റ് ചെയ്യുന്നത് കാൾ പിയേഴ്സണെയുമാണ്. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്സിന്റെ ഫോർമുല SK ഈക്വൽ ടു മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇവിടെ ന്യൂമറേറ്ററിൽ മീൻ മൈനസ് മോഡാണ്. അപ്പോൾ മീനും മോഡും വെച്ചിട്ട് 1-2 പ്രോപ്പർട്ടി കൂടെ പറയാം. മീനും മോഡും ഒരേ വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ സ്ക്യൂനെസ് സിമെട്രി ആണ്. SKയുടെ വാല്യൂ 0 ആയിരിക്കും. അതായത് സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ മീനും മീഡിയനും മോഡും ഒരു പോയിന്റിൽ കോയിൻസൈഡ് ചെയ്യും എന്ന് പറഞ്ഞു. ഇപ്പം ഡാറ്റ നോക്കിയിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും 2 വാല്യൂം സെയിം ആണെങ്കിൽ സിമെട്രി ആണ്. സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ സ്ക്യൂനെസിന്റെ വാല്യൂ 0 ആണ്. ഇനി മീൻ മൈനസ് മോഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ പോസിറ്റീവ് സ്ക്യൂനെസ് എന്നും, മീൻ മൈനസ് മോഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ നെഗറ്റീവ് സ്ക്യൂനെസ് എന്നും പറയുന്നു. അങ്ങനെയെങ്കിൽ മീൻ ഗ്രേറ്റർ ദാൻ മോഡ് ആയിരിക്കും പോസിറ്റീവ് സ്ക്യൂനെസ്സിന്,
മീൻ ലെസ് ദാൻ മോഡായിരിക്കും നെഗറ്റീവ് സ്ക്യൂനെസ്സിന്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ ഫ്രീക്വൻസി കേർവ് വരയാതെ തന്നെ നമുക്ക് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണോ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണോ എന്ന് പറയാൻ സാധിക്കും. പക്ഷെ അത് എത്രത്തോളം സ്ക്യൂഡ് ആണ് എന്ന് അറിയണം എന്നുള്ള കാൾ പിയേഴ്സന്റെ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് എന്നുള്ള ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എടുക്കുക. ഓക്കെ, ഇനി പ്രോബ്ലത്തിലേക്ക് പോവാം. ചെയ്യുന്ന പ്രോബ്ലംസ് എല്ലാം തന്നെ പ്രീവിയസ് ഇയറിൽ വന്ന പ്രോബ്ലംസ് ആണ്. 2019 മാർച്ചിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ. ഫോർ എ ഗ്രൂപ്പ് ഓഫ് 10 ഐറ്റംസ് സിഗ്മ എക്സ് ഈക്വൽ ടു 452, sigma x square equal to 24,270, mode equal to 43.7. Find Karl Pearson coefficient of skewness. Karl Pearson coefficient of skewness calculate ചെയ്യാനുള്ള ഫോർമുല SK equal to mean minus mode divided by standard deviation. അപ്പൊ നോക്കൂ, മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല മീൻ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് 452 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 10, വിച്ച് ഈസ് ഈക്വൽ ടു 45.2. ഇനി വേണ്ടത് മോഡാണ്, അതിവിടെ തന്നിട്ടുണ്ട്. 43.7 ആണ് മോഡ്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേണം. Standard deviation equal to square root of sigma x square by n minus sigma x by n the whole square ആണ് formula, which is equal to root of sigma x square 24,270 divided by 10 minus sigma x by n. ഈ sigma x by n ആണ് എന്ത് കിട്ടിയിരിക്കുന്നത്? 45.2. So 45.2 the whole square, which is equal to root of 24,270 നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2427 മൈനസ് 45.2 അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ 2043.04. 2427 നിന്ന് 2043.04 മൈനസ് ചെയ്യുമ്പോൾ വരുന്ന വാല്യൂ 383.96. ഇതിന്റെ റൂട്ട് എടുക്കുക, റൂട്ട് കിട്ടുന്നത് 19.6 ആണ്. ഇത്രയും ആയി കഴിഞ്ഞാല് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു, വിച്ച് ഈസ് ഈക്വൽ ടു മീൻ എത്ര കിട്ടി? 45.2 മൈനസ് മോഡ് 43.7 divided by standard deviation 19.6, which is equal to Karl Pearson coefficient of skewness, which is equal to 45.2 ൽ നിന്ന് 43.7 മൈനസ് ചെയ്യുക എന്നതിന് ശേഷം 19.6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.07 ആണ് ആൻസർ. പോസിറ്റീവ് സ്ക്യൂനെസ് ആണ് കിട്ടിയിരിക്കുന്ന വാല്യൂ, പോസിറ്റീവിലാണ്, അതുകൊണ്ട് പോസിറ്റീവ് സ്ക്യൂനെസ് ആണ്. ഇത് പോസിറ്റീവ് ആണ് എന്നുള്ളത് എവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം? മീനും മോഡും കൂടെ കമ്പയർ ചെയ്യുക. അപ്പൊ ഏതാണ് വലുത്? മീനാണ് വലുത്. മീൻ മൈനസ് മോഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ പോസിറ്റീവ് സ്ക്യൂനെസ് ആണ്. 2017 ചോദ്യമാണ്. കാൽക്കുലേറ്റ് സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ ആൻഡ് കമന്റ് ഓൺ ഇറ്റ്. ഒരു ഡാറ്റ തന്നിട്ടുണ്ട്, ഈ ഡാറ്റ ബേസ് ചെയ്തുകൊണ്ട് സ്ക്യൂനെസും കർട്ടോസിസും കാൽക്കുലേറ്റ് ചെയ്യണം. ഈ വർഷം കർട്ടോസിസ് പഠിക്കാനില്ല, എന്താണ് കർട്ടോസിസ് എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. ഈ ഡാറ്റ ബേസ് ചെയ്തുകൊണ്ട് സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഡാറ്റ ബേസ് ചെയ്തുകൊണ്ടാണ് സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല പറഞ്ഞത് സ്ക്യൂനെസ് ഈക്വൽ ടു മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇനി നോക്കൂ, എക്സ് വാല്യൂസും ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ടൈപ്പ് ഡാറ്റ? ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടൈപ്പ് ഡാറ്റയാണ്. ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടൈപ്പ് ഡാറ്റയില്
മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എക്സ് ബാർ ഈക്വൽ ടു എങ്ങനെയാണ് പഠിച്ചത്? സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ആണ്. സിഗ്മ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? നമ്മുടെ എൻ ആണ്, ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. സോ മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇനി വേണ്ടത് എന്താണ്? എഫ് എക്സ് എന്നുള്ളൊരു കോളമാണ്. അപ്പോൾ എക്സ് ഇൻറ്റു എഫ്, 2 into 1 2, 3 into 3 9, 4 into 7 28, 5 into 3 15, 6 into 1 6 എന്നതിന് ശേഷം ഇതെല്ലാം കൂടെ സം ചെയ്യുക. എക്സ് എഫ് എന്നുള്ള കോളം സം ചെയ്യുന്നു. ഇപ്പൊ എന്തായി മാറിയത്? സിഗ്മ എക്സ് എഫ് ആണ് വിളിക്കുക. ഈ കോളത്തിന്റെ സമ്മ് 60 ആണ് ടോട്ടൽ വാല്യൂ. അതുപോലെ ഫ്രീക്വൻസി എല്ലാം കൂടെ കൂട്ടണു. ഫ്രീക്വൻസിയുടെ ടോട്ടല് 15. ഇനി ചെയ്യാനുള്ളത് മീൻ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിഗ്മ എക്സ് എഫ് ടോട്ടൽ എത്രയാ? 60 ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് 15. 60നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ 4 കിട്ടുക. ഓക്കെ, ഇനി വേണ്ടത് മോഡാണ്. മോഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? തന്നിട്ടുള്ള ഫ്രീക്വൻസിയില് ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതിനാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ആണ് മോഡ്. സോ ഹയസ്റ്റ് ഫ്രീക്വൻസി 7 ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ 4 ആണ് മോഡ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു മീനും 4 ആണ്, മോഡും 4 ആണ്, ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ നോക്കൂ, 4 മൈനസ് 4 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 0. 0നെ ഏതോ ഒരു നമ്പർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയോ ആവട്ടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ 0 ആയതുകൊണ്ട് സ്ക്യൂനെസ് എന്താ കിട്ടുക? 0 ആണ്. സ്ക്യൂനെസ് 0 ആണെങ്കിൽ തന്നിരിക്കുന്ന ഡാറ്റ എന്താണ്? സിമെട്രിക് ആണ്. സെപ്റ്റംബർ 2016 ക്വസ്റ്റ്യൻ ആണ്. ഒരു സെറ്റ് ഓഫ് ഡാറ്റ തന്നിട്ടുണ്ട്. ഈ ഡാറ്റ പരിഗണിച്ചുകൊണ്ട് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസിന്റെ ഫോർമുല മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഈ തന്നിരിക്കുന്ന ഡാറ്റ നോക്കുക, റോ ഡാറ്റയാണ്. റോ ഡാറ്റയാണെങ്കിൽ മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല മീൻ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. സിഗ്മ എക്സ് എന്ന് വെച്ചാല് എക്സ് കോളത്തിന്റെ ടോട്ടല്. എക്സ് കോളത്തിന്റെ ടോട്ടല് 215 ആണ് സിഗ്മ എക്സ് കിട്ടുന്നത്. സോ 215ന് എത്ര ഒബ്സർവേഷൻ ഉണ്ട് എന്ന് നോക്കുക. 10 ഒബ്സർവേഷൻ ആണ് ഉള്ളത്. ഡിവൈഡ് ചെയ്യുമ്പോൾ 21.5 ആണെന്ന് ആൻസർ വന്നു. ഇനി മോഡ് കാൽക്കുലേറ്റ് ചെയ്യണം. തന്നിരിക്കുന്നത് റോ ഡാറ്റയാണ്. റോ ഡാറ്റയില് മോഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഏറ്റവും കൂടുതൽ തവണ ഏത് നമ്പറാണോ റിപ്പീറ്റ് ചെയ്യുന്നത് ആ നമ്പറാണ് മോഡ്. ഈ ഡാറ്റയിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്നത് 20 ആണ്. സോ മോഡ് ഈക്വൽ ടു 20. ഇനി ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എന്ത്? മീൻ മൈനസ് മോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. മീൻ മൈനസ് മോഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 21.5ൽ നിന്ന് 20 മൈനസ് ചെയ്തു 1.5 ആണെന്ന് കിട്ടി. ഇത് പോസിറ്റീവ് ആണ്. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഈ ഡാറ്റയുടെ സ്ക്യൂനെസ് പോസിറ്റീവ് ആണ് എന്ന് പറയാൻ പറ്റും. ഇനി എത്രത്തോളം പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ് എന്നുള്ളത് അറിയാനാണ് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനി ഇതിൽ എന്തുകൂടെ വേണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൂടെ വേണം. റോ ഡാറ്റയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല സിഗ്മ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1/n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ ആണ്. സിഗ്മ എക്സ് ബൈ എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എക്സ് ബാർ ആണ്. സോ ഈ പ്ലേസിൽ ഞാൻ എക്സ് ബാർ ആക്കി മാറ്റുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ. സിഗ്മ എക്സ് സ്ക്വയർ 4913 ഡിവൈഡഡ് ബൈ എൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 10 മൈനസ് എക്സ് ബാർ. എക്സ് ബാർ 21.5ന്റെ സ്ക്വയർ ആണ്. അപ്പൊ നോക്കൂ, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എക്സ് സ്ക്വയർ എന്നുള്ള ഒരു കോളം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നേരത്തെ പഠിപ്പിച്ചതാണ്. വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 491.3 മൈനസ്
21.5 the whole square 462.25 ആണ്, which is equal to ഈ നമ്പറിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക, കിട്ടുന്ന വാല്യൂ 29.05 ആണ്. ഇതിന് സ്ക്വയർ റൂട്ട് ഉണ്ട്. റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന വാല്യൂ 5.389. സോ സിഗ്മയുടെ വാല്യൂ 5.389 ആണ്. എന്നതിന് ശേഷം കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്സിലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു മീന് 21.5 മൈനസ് മോഡ് 20 ഡിവൈഡഡ് ബൈ 5.389. നോക്കൂ, മീൻ മൈനസ് മോഡ് കാൽക്കുലേറ്റ് ചെയ്തത് ഇവിടെയുണ്ട്. 1.5 ഡിവൈഡഡ് ബൈ 5.389 which is equal to, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വരുന്ന വാല്യൂ 0.2783. ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്. If you like the video, please subscribe and press the bell icon. If you like the video, please subscribe and press the bell icon.